ഹലോ, വെൽക്കം ടു സിംപ്ലി ടിപ്സ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ജോഗ്രഫി ആട്ടോ. അങ്ങനെ വലുതായിട്ടൊന്നുമില്ല, ഇന്ത്യയുടെ ചെറിയ ബേസിക് ആയിട്ടുള്ള കുറച്ച് ജിയോഗ്രഫിക്കൽ ഫാക്ട്സ് ആണ് നമ്മളിന്ന് നോക്കുന്നത്. നിങ്ങൾ PSC ഒക്കെ ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ കാണുന്ന സമയം വെറുതെ വേസ്റ്റായി പോവില്ല കേട്ടോ. എന്തായാലും യൂസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. എന്താണെന്ന് വെച്ചാൽ പിന്നെ ചിലപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കില്ല, അപ്പോൾ മിസ്സായി പോവാൻ ചാൻസ് ഉണ്ട്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും മിസ്സാവാണ്ട് കാണാനും പറ്റുന്നതായിരിക്കും. അപ്പോൾ അതൊന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ത്യ എന്ന് പറയുന്നത് നമുക്കറിയാം ലോകത്തിലെ 7ാമത്തെ ഏറ്റവും വലിയ രാജ്യമാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ലോകത്തിലെ വലുപ്പത്തിൽ ഇന്ത്യക്കുള്ള സ്ഥാനം എത്രയാണെന്ന് ചോദിക്കാം. അപ്പോൾ 7th ആട്ടോ വരിക. 7th ലാർജസ്റ്റ് കൺട്രിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതൊന്ന് ഓർത്ത് വെക്കുക. 7th ആട്ടോ. ഓക്കെ, നമ്മൾ ഇനി നോക്കുന്നത് ഇന്ത്യയുടെ ടോട്ടൽ ഏരിയ എത്രയാണെന്ന്. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അത് 32,87,263 സ്ക്വയർ കിലോമീറ്റർ വരും കേട്ടോ. ഇന്ത്യയുടെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 32,87,263 സ്ക്വയർ കിലോമീറ്റർ ആണ്. ആ നമ്പേഴ്സൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി എർത്ത് സർഫേസിൽ ഇന്ത്യ എത്ര % ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ പെർസെൻ്റ് എന്ന് പറയുന്നത് 2.42% ആണ്. ഇന്ത്യയുടെ എർത്ത് സർഫേസിൽ ഇന്ത്യ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന % എന്ന് പറയുന്നത് 2.42 ആണ്. ഇനി നമുക്ക് നോക്കിയാൽ കാണാം, ഇന്ത്യ പൂർണ്ണമായും നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. പൂർണ്ണമായിട്ടും നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് കേട്ടോ. ലൈസ് സെൻറ്റർലി ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മെയിനായിട്ട് നമ്മുടെ നോർത്ത് ടു സൗത്ത് ഡിസ്റ്റൻസ് ആണ്. ഇന്ത്യയുടെ നോർത്ത് ടു സൗത്ത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം, നോർത്തിൽ ഏറ്റവും ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ളത് ജമ്മു കാശ്മീരാണ്. അതുപോലെ ഏറ്റവും തെക്കേ അറ്റത്തായി വരുന്നത് തമിഴ്നാടുമാണ് കേട്ടോ. അപ്പോൾ ജമ്മു കാശ്മീർ മുതൽ തമിഴ്നാട് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ നോർത്ത് ടു സൗത്ത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് 3214 കിലോമീറ്റർ ആണ് കേട്ടോ. 3214 കിലോമീറ്റർ ആണ് നോർത്ത് ടു സൗത്ത് ഡിസ്റ്റൻസ് വരുന്നത്. അത് മൈൽസിൽ പറയുമ്പം 1997 മൈൽസാണ് നമ്മുടെ നോർത്ത് നിന്ന് സൗത്തിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. ഇനി നോക്കാൻ പോകുന്നത് വെസ്റ്റ് ടു ഈസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. നമുക്കറിയാം, വെസ്റ്റിൽ ഗുജറാത്താണ്. ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്തുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് ഗുജറാത്താണ്. കിഴക്കേ അറ്റത്ത് വരുന്നത് അരുണാചൽ പ്രദേശും. അപ്പോൾ ഗുജറാത്തിൽ നിന്ന് അരുണാചൽ പ്രദേശ് വരെയുള്ള ദൂരമാണ് നമ്മൾ വെസ്റ്റ് ടു ഈസ്റ്റ് ഡിസ്റ്റൻസ് ആയിട്ട് കണക്കാക്കുക. അത് ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, 2933 കിലോമീറ്റർ ആണ്. 2933 കിലോമീറ്റർ ആണ് കേട്ടോ വെസ്റ്റ് ടു ഈസ്റ്റ് ഡിസ്റ്റൻസ് വരുന്നത്. അത് മൈൽസിൽ പറയുമ്പം 1822 മൈൽസ് വരും നമ്മുടെ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, ഈ നമ്പേഴ്സൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ചിലപ്പോൾ മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഇനി അടുത്തായി നോക്കുന്നത്, ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോയിൻറ്റ്സ് ആണ്. നോർത്ത് ടു സൗത്ത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3214 കിലോമീറ്റേഴ്സ് ആണ് കേട്ടോ. 3214 കിലോമീറ്റേഴ്സ്. ഈസ്റ്റ് ടു വെസ്റ്റ് 2933 കിലോമീറ്റേഴ്സ് ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ടോട്ടൽ ലെങ്ത് ഓഫ് ലാൻഡ് ഫ്രോണ്ടിയർ ആണ്. നമുക്കറിയാം, ഇവിടെ ഗുജറാത്തിൻ്റെ മേലേ ഭാഗം മുതൽ ഈ പോർഷൻ മുതലാണ് നമ്മുടെ ലാൻഡ് ഫ്രോണ്ടിയർ ആരംഭിക്കുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അത് കരയതിർത്തി ഈ ഗുജറാത്തിൻ്റെ ഈ മേലേ ഭാഗം മുതൽ ആ പോർഷൻ മുതൽ വെസ്റ്റ് ബംഗാളിൻ്റെ ഇവിടെ വരെയാണ് നമ്മുടെ ലാൻഡ് ഫ്രോണ്ടിയർ ഉള്ളത്. ഇതിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 15,200 കിലോമീറ്റേഴ്സ് ആണ് കേട്ടോ.
ടോട്ടൽ ലെങ്ത് ഓഫ് ലാൻഡ് ഫ്രണ്ടിയർ ഓഫ് ഇന്ത്യ 15,200 കിലോമീറ്റേഴ്സ് ആണ്. ഇനി നമ്മൾ നോക്കുന്നത് നമ്മുടെ ടോട്ടൽ ലെങ്ത് ഓഫ് കോസ്റ്റ് ലൈൻ ആണ്. ഇവിടെ ഗുജറാത്തിൻ്റെ ഈ പോർഷൻ മുതൽ ഇവിടെ വെസ്റ്റ് ബംഗാളിൻ്റെ ഇവിടെ വരെയാണ് നമ്മുടെ കോസ്റ്റ് ലൈൻ വരുന്നത്. അപ്പോൾ ഈ ഇന്ത്യൻ മെയിൻലാൻഡിൻ്റെ കോസ്റ്റ് ലൈനും ഇന്ത്യൻ യൂണിയൻ ടെറിട്ടറീസിൻ്റെ കോസ്റ്റ് ലൈനും കൂടെ ആഡ് ചെയ്തിട്ട് വരുന്ന ലെങ്ത്താണ് നമ്മൾ നമ്മുടെ ടോട്ടൽ ലെങ്ത് ഓഫ് കോസ്റ്റ് ലൈൻ ഓഫ് ഇന്ത്യ പറയുക. അത് 7,517 കിലോമീറ്റേഴ്സാണ്. മെയിൻലാൻഡിൻ്റെ ഇന്ത്യയുടെ യൂണിയൻ ടെറിട്ടറീസ്, അതായത് നമ്മുടെ നിക്കോബാർ സീയിലൊക്കെയുള്ള ആൻഡമാൻ സീയിലൊക്കെയുള്ള ടെറിട്ടറീസിന് ഒഴിവാക്കി ഇന്ത്യൻ മെയിൻലാൻഡിൻ്റെ മാത്രം ലാൻഡ് ഫ്രണ്ട് കോസ്റ്റ് ലൈൻ എടുത്താൽ, ടോട്ടൽ ലെങ്ത് ഓഫ് കോസ്റ്റ് ലൈൻ എടുത്താൽ 6,100 കിലോമീറ്റേഴ്സാണ് കേട്ടോ വരിക. മെയിൻലാൻഡിൻ്റെ മാത്രം, ഇന്ത്യയുടെ മെയിൻലാൻഡിൻ്റെ മാത്രം കോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് 6,100 കിലോമീറ്ററാണ്. അതിൻ്റെ കൂടെ നമ്മുടെ യൂണിയൻ ടെറിട്ടറീസിൻ്റെ കോസ്റ്റ് ലൈൻ കൂടി ആഡ് ചെയ്ത് വരുന്നതാണ് 7,516.6 കിലോമീറ്റേഴ്സ്. അത് റൗണ്ട് ചെയ്ത് വന്നിട്ടുള്ളതാണ് 7,517 കിലോമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതൊന്ന് നോക്കി വെക്കുക. ഇതാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ പോയിന്റ്. നമ്മുടെ ടോട്ടൽ ലെങ്ത് ഓഫ് ലാൻഡ് ഫ്രണ്ടിയർ ആണ് ഇവിടെ റെഡ് മാർക്ക് കൊണ്ട് റെഡ് ലൈനിൽ കാണിച്ചിരിക്കുന്നത്. അത് 15,200 കിലോമീറ്റേഴ്സ് ആണ്. ഇത് നമ്മുടെ മെയിൻലാൻഡിൻ്റെ ടോട്ടൽ ലെങ്ത് ഓഫ് കോസ്റ്റ് ലൈൻ ആണ് 6,100 കിലോമീറ്റർ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മുടെ ഇന്ത്യൻ യൂണിയൻ ടെറിട്ടറീസിൻ്റെ കോസ്റ്റ് ലൈൻ കൂടി ആഡ് ചെയ്യുമ്പം വരുന്നതാണ് 7,516.6 കിലോമീറ്റർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതിൽ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങൾക്കാണ് കോസ്റ്റ് ലൈൻ ഉള്ളത് എന്നാണ്. ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഹാവിങ് കോസ്റ്റ് ലൈൻ 9 സ്റ്റേറ്റ്സ് ആർ ദർ. 9 സംസ്ഥാനങ്ങൾക്കാണ് ഇന്ത്യയിൽ കോസ്റ്റ് ലൈൻ ഉള്ളത്. അത് ഗുജറാത്തിൽ നിന്ന് തുടങ്ങി വെസ്റ്റ് ബംഗാൾ വരെയുള്ള സ്റ്റേറ്റ്സ് ആണ് നമ്മുടെ കോസ്റ്റ് ലൈനുള്ള ആകെ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. 9 സ്റ്റേറ്റ്സ് ആണ് കേട്ടോ കോസ്റ്റ് ലൈൻ തീരപ്രദേശമുള്ള 9 സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ഒന്ന് ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള, തമിഴ്നാടു, ആന്ധ്രാപ്രദേശ്, ഒഡീഷ ആൻഡ് വെസ്റ്റ് ബംഗാൾ. 9 സംസ്ഥാനങ്ങൾക്കാണ് ഇന്ത്യയിൽ കോസ്റ്റ് ലൈൻ ഉള്ളത്. അതൊന്ന് നോക്കി വെക്കുക, ഓർത്ത് വെക്കുക കേട്ടോ. ഈ ഒരു മാപ്പ് നമ്മൾ സ്കെച്ച് ചെയ്തെടുക്കുന്ന പോലെ ഓർത്ത് വെക്കുക. ഇവിടുന്ന് ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള, പിന്നെ വീണ്ടും തമിഴ്നാടു, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ. ഇതാണ് നമ്മുടെ കോസ്റ്റ് ലൈൻ വരുന്ന ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള പോയിൻ്റ് ഏതാണെന്നാണ്. നോർത്തേൺ മോസ്റ്റ് പോയിൻ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ദിരാക്കോളാണ്. അത് ജമ്മു കാശ്മീരിലാണുള്ളത്. ഈസ്റ്റേൺ കാരക്കോറം റേഞ്ചിലാണ് ഇന്ദിരാക്കോൾ വരുന്നത്. ഈസ്റ്റേൺ കാരക്കോറം റേഞ്ച് കേട്ടോ. അപ്പം നമ്മുടെ നോർത്തേൺ മോസ്റ്റ് പോയിൻ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിലെ ഇന്ദിരാക്കോളാണ്. ഇനി സൗത്തേൺ മോസ്റ്റ് പോയിൻ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും, ഒരു കാര്യം ശ്രദ്ധിക്കണേ, നമ്മൾ വിചാരിക്കും തമിഴ്നാട്ടിലെ കന്യാകുമാരി ആയിരിക്കും ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ഭാഗമെന്ന്. പക്ഷെ അത് മാറിപ്പോവാനൊരു കാരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൗത്തേൺ മോസ്റ്റ് പോയിൻ്റ് ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ നമ്മളതിൽ നമ്മുടെ യൂണിയൻ ടെറിട്ടറീസ് കൂടി ആഡ് ചെയ്തിട്ടാണ് പറയുക. എന്നപ്പം നമ്മുടെ സൗത്തേൺ മോസ്റ്റ് പോയിൻ്റ് വരിക ഗ്രേറ്റ് നിക്കോബാറിലാണ്. അവിടെയുള്ള ഇന്ദിര പോയിൻ്റാണ് നമ്മുടെ ഏറ്റവും സൗത്തേൺ മോസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്. സൗത്തേൺ മോസ്റ്റ് പോയിൻ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ദിര പോയിൻ്റാണ്. ഇതിനെ പണ്ട് പറയുന്ന, അല്ലെങ്കിൽ ഇത് മറ്റ് പേരിൽ അറിയപ്പെടുന്നുണ്ട്. അത് പാർസൺസ് പോയിൻ്റ് എന്നും പിഗ്മാലിയൻ പോയിൻ്റ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നോക്കി വെക്കുക, ഇന്ത്യയുടെ ഏറ്റവും സൗത്തേൺ മോസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇന്ദിര പോയിൻ്റാണ്. അത് പാർസൺസ് പോയിൻ്റ് എന്നും പിഗ്മാലിയൻ പോയിൻ്റ് എന്നും ഒക്കെ അറിയപ്പെടുന്നുണ്ട്. അതിൻ്റെ ഫോർമർ നെയിംസ് ആട്ടോ ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി ഇന്ത്യൻ മെയിൻ ലാൻഡിൻ്റെ അല്ലെങ്കിൽ
എന്താ പറയുക, സൗത്തേൺ മോസ്റ്റ് പോയിൻ്റ് ഓഫ് പെനിൻസുലാർ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ മെയിൻലാൻഡ് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് കേപ്പ് കൊമോറിനാണ് കേട്ടോ. കേപ്പ് കൊമോറിനാണ് ഏറ്റവും സൗത്ത് പാർട്ടിലുള്ള നമ്മുടെ പോയിൻ്റ് എന്ന് പറയുന്നത് കേപ്പ് കൊമോറിനാണ്. അത് മെയിൻലാൻഡ് അല്ലെങ്കിൽ പെനിൻസുലാർ ഇന്ത്യ ചോദിച്ചാലാണ് കേപ്പ് കൊമോറിൻ വരിക. വെറും ഇന്ത്യ എന്ന് ചോദിച്ചാൽ അത് ഇന്ദിര പോയിൻ്റ് ആണ് കേട്ടോ. സൗത്തേൺ മോസ്റ്റ് പോയിൻ്റ് ഇന്ദിര പോയിൻ്റ് ആണ്. ഇവിടെ നോക്കിയാൽ കാണാം ജമ്മു കാശ്മീർ ജമ്മു കാശ്മീരിലെ ഇന്ദിര കോളാണ് ഏറ്റവും വടക്കേ അറ്റത്തുള്ള പോയിൻ്റ് എന്ന് പറയുന്നത്. ഏറ്റവും തെക്കേ അറ്റത്തുള്ള പോയിൻ്റ് എന്ന് പറയുന്നത് കണ്ടോ ഇവിടെ ആൻഡമാൻ സീയിൽ വരുന്ന ഇന്ദിര പോയിൻ്റ് ആണ്. ഓക്കെ, അതൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് റിപ്പീറ്റ് ചെയ്ത് നോക്കുക. അറിയാത്തവർക്ക് കുറേ പ്രാവശ്യം നോക്കുമ്പോൾ ഓർമ്മ കിട്ടും കേട്ടോ, പേടിക്കൊന്നും വേണ്ട. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തുള്ള ഭാഗവും അതുപോലെ കിഴക്കേ അറ്റത്തുള്ള ഭാഗവും കൂടിയാണ്. പടിഞ്ഞാറേ അറ്റത്ത് വെസ്റ്റേൺ മോസ്റ്റ് പോയിൻ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഗുഹാർമോട്ടിയാണ്. ഗുജറാത്തിലെ കച്ച് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഗുഹാർമോട്ടിയാണ് കേട്ടോ. ഏറ്റവും വെസ്റ്റേൺ മോസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ പടിഞ്ഞാറേ ഭാഗത്തുള്ള ഏറ്റവും അറ്റത്തുള്ള പോയിൻ്റ് എന്ന് പറയുന്നത് വെസ്റ്റേൺ മോസ്റ്റ് പോയിൻ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഗുഹാർമോട്ടിയാണ് ഇൻ ഗുജറാത്ത്. ഇനി നമുക്ക് അതിവിടെ നോക്കിയാൽ കാണാം, ഗുജറാത്തിൻ്റെ ഈ ഒരു അറ്റത്ത് വരുന്നതാണ് ഗുഹാർമോട്ടി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈസ്റ്റേൺ മോസ്റ്റ് പോയിൻ്റ് ഓഫ് ഇന്ത്യ ആണ്. ഈസ്റ്റേൺ മോസ്റ്റ് പോയിൻ്റ് ഓഫ് ഇന്ത്യ നമ്മുടെ അരുണാചൽ പ്രദേശിലുള്ള കിബിത്തു ആണ് കേട്ടോ. കിബിത്തു ആണ് നമ്മുടെ ഈസ്റ്റേൺ മോസ്റ്റ് പോയിൻ്റ് ഓഫ് ഇന്ത്യ വരുന്നത്. അരുണാചൽ പ്രദേശിലെ കിബിത്തു ആണ്. അതൊന്ന് നോക്കി വെക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വെസ്റ്റേൺ കോസ്റ്റും ഈസ്റ്റേൺ കോസ്റ്റും. ഓക്കെ, ഈ നമ്മുടെ പടിഞ്ഞാറൻ അറബിക്കടലിൻ്റെ ഈ ഭാഗമാണ് നമ്മുടെ വെസ്റ്റേൺ കോസ്റ്റ് എന്ന് മെയിനായിട്ട് പറയുക. ഇവിടെയാണ് ബംഗാൾ ഉൾക്കടൽ വരിക കേട്ടോ. ഈ ബേ ഓഫ് ബംഗാളിൻ്റെ തീരത്തിനെയാണ് നമ്മൾ ഈസ്റ്റേൺ കോസ്റ്റ് എന്ന് പറയുക. അത് നമുക്കൊന്ന് എന്താ പറയുക, നമുക്കൊന്ന് സ്പെസിഫൈ ചെയ്ത് നമുക്ക് നോക്കാം. ഡീറ്റെയിൽ ആയി നോക്കാൻ പോവുകയാണത്. ഇനി ഇവിടെ ബേ ഓഫ് ബംഗാൾ ആണ് ഇവിടെ കാണുന്ന ഈ കടൽ എന്ന് പറയുന്നത്. ബേ ഓഫ് ബംഗാൾ ബംഗാൾ ഉൾക്കടലാണ്. ഇവിടെ അറേബ്യൻ സീ ആണ് കേട്ടോ, അറേബ്യൻ സീ. ഓക്കെ, അത് ആദ്യം നമ്മളൊന്ന് ഓർത്ത് വെക്കുക. അറബിക്കടലാണ് പടിഞ്ഞാറ് ഭാഗത്ത്, കിഴക്ക് ഭാഗത്ത് വരുന്നത് ബംഗാൾ ഉൾക്കടലാണ്. അപ്പോൾ സ്വാഭാവികമായും ബംഗാൾ ഉൾക്കടലിൻ്റെ തീരമായിരിക്കും കിഴക്കൻ തീരം എന്ന് പറയുന്നത്. ഈസ്റ്റേൺ കോസ്റ്റ് എന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടലിൻ്റെ തീരമാണ്. ദ കോസ്റ്റ് ഓഫ് ബേ ഓഫ് ബംഗാൾ ഈസ് ഓൾസോ നോൺ ആസ് ഈസ്റ്റേൺ കോസ്റ്റ്. ഈ ഈസ്റ്റേൺ കോസ്റ്റ് തന്നെയാണ് കൊറോമണ്ടൽ കോസ്റ്റ് എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ചിലപ്പം ഈസ്റ്റേൺ കോസ്റ്റ് എന്നായിരിക്കില്ല ക്വസ്റ്റ്യനിൽ തരിക, കൊറോമണ്ടൽ കോസ്റ്റ് എന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് ഈസ്റ്റേൺ കോസ്റ്റ് തന്നെയാണ്. ബംഗാൾ ഉൾക്കടലിൻ്റെ തീരമാണ്, ഇന്ത്യയുടെ കിഴക്കൻ തീരമാണ് കൊറോമണ്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നോക്കാൻ പോകുന്നത് കോസ്റ്റ് ഓഫ് അറേബ്യൻ സീ, അതാണ് നമ്മുടെ വെസ്റ്റേൺ കോസ്റ്റ് എന്നറിയപ്പെടുന്നത് കേട്ടോ. വെസ്റ്റേൺ കോസ്റ്റ് എന്നറിയപ്പെടുന്നത് അറബിക്കടലിൻ്റെ തീരമാണ്. ഈ വെസ്റ്റേൺ കോസ്റ്റിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്, അതിന് നോർത്ത് പാർട്ടും ഉണ്ട് സൗത്ത് പാർട്ടും ഉണ്ട്. വെസ്റ്റേൺ കോസ്റ്റിൻ്റെ നോർത്ത് പാർട്ടാണ് കൊങ്കൺ കോസ്റ്റ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ വെസ്റ്റേൺ കോസ്റ്റിൻ്റെ വടക്ക് ഭാഗം കൊങ്കൺ കോസ്റ്റ് എന്നും തെക്ക് ഭാഗം മലബാർ കോസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. വെസ്റ്റേൺ കോസ്റ്റിൻ്റെ നോർത്ത് കൊങ്കണും സൗത്ത് മലബാർ കോസ്റ്റും. ഈ കൊങ്കൺ കോസ്റ്റ് എവിടെ മുതലാണെന്ന് വെച്ചാൽ മഹാരാഷ്ട്ര മുതൽ നമ്മുടെ കർണാടകയിലെ മംഗലാപുരം വരെയാണ് കൊങ്കൺ കോസ്റ്റ് വരുന്നത്. ആ ഒരു റേഞ്ചിലാണ് കൊങ്കൺ കോസ്റ്റ് വരുന്നത് കേട്ടോ. ഇനി മംഗലാപുരം മുതൽ
നമ്മുടെ കന്യാകുമാരി വരെ വരുന്ന ആ തീരമാണ് മലബാർ കോസ്റ്റ് എന്ന് പറയുന്നത്. മംഗലാപുരം മുതൽ കന്യാകുമാരി വരെയുള്ള തീരമാണ് മലബാർ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ചിലപ്പം നമുക്ക് ചോദിക്കാം ചാൻസ് ഉള്ളത്, ഈ വെസ്റ്റേൺ കോസ്റ്റിൻ്റെയും ഈസ്റ്റേൺ കോസ്റ്റിൻ്റെയും മീറ്റിംഗ് പ്ലേസ് എവിടെയാണെന്ന് ചോദിക്കാം. അത് നമ്മുടെ തമിഴ്നാട്ടിലെ കന്യാകുമാരിയാണ് കേട്ടോ. മീറ്റിംഗ് പ്ലേസ് ഓഫ് വെസ്റ്റേൺ കോസ്റ്റ് ആൻഡ് ഈസ്റ്റേൺ കോസ്റ്റ് എന്ന് ചോദിച്ചാൽ കന്യാകുമാരിയാണ് ആൻസർ. ഇനി ചിലപ്പോൾ ചോദിക്കാം മീറ്റിംഗ് പ്ലേസ് ഓഫ് മലബാർ കോസ്റ്റ് ആൻഡ് കൊറോമണ്ടൽ കോസ്റ്റ്. നമുക്കറിയാം മലബാർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ കോസ്റ്റിൻ്റെ സൗത്ത് പാർട്ടാണ്. കൊറോമണ്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈസ്റ്റേൺ കോസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും മീറ്റിംഗ് പ്ലേസും കന്യാകുമാരി തന്നെയാണ് കേട്ടോ വരിക. അതൊന്ന് നോക്കി വെക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ കോസ്റ്റ് ലൈൻ ഏറ്റവും കൂടുതലായിട്ടുള്ള സ്റ്റേറ്റും ഏറ്റവും കുറവ് ലീസ്റ്റ് കോസ്റ്റ് ലൈൻ ഉള്ള സ്റ്റേറ്റും ഏതാണെന്നാണ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം, ഗുജറാത്താണ് ഏറ്റവും ലോങ്ങസ്റ്റ് കോസ്റ്റ് ലൈൻ ഉള്ള ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗുജറാത്താണ്. നമുക്ക് ലീസ്റ്റ് എന്തായാലും അറിയാം, ഗോവയാണ് ഏറ്റവും ചെറിയ അല്ലെങ്കിൽ ലീസ്റ്റ് കോസ്റ്റ് ലൈൻ ഉള്ള ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗോവയാണ്. ഹയസ്റ്റ് വരുന്നത് ഗുജറാത്താണ് കേട്ടോ, ഗുജറാത്താണ്. ഇനി ചിലപ്പം ചോദിക്കാം സൗത്ത് ഇന്ത്യയിൽ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും കോസ്റ്റ് ലൈൻ കൂടിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശാണ് കേട്ടോ. ആന്ധ്രാപ്രദേശാണ് ഏറ്റവും കോസ്റ്റ് ലൈൻ കൂടിയ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ കോസ്റ്റ് ലൈൻ ലോങ്ങസ്റ്റ് കോസ്റ്റ് ലൈൻ ഉള്ള സ്റ്റേറ്റ് ഗുജറാത്തും ഏറ്റവും കുറവ് ഗോവയും. സൗത്ത് ഇന്ത്യയിൽ ചോദിച്ചാൽ അത് ഏറ്റവും കൂടുതൽ വരുന്നത് ആന്ധ്രാപ്രദേശാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ കോസ്റ്റ് ലൈൻ ഇല്ലാത്ത സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ തെലങ്കാന ആണ് കേട്ടോ. തെലങ്കാന, ബാക്കി എല്ലാ ഗുജറാത്തിനുണ്ട്, മഹാരാഷ്ട്രക്കുണ്ട്, ഗോവ, കർണാടക, കേരള, തമിഴ്നാടു, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ, ആന്ധ്രാപ്രദേശിനും ഉണ്ട്. പക്ഷേ തെലങ്കാനക്കാണ് നമ്മുടെ കോസ്റ്റ് ലൈൻ ഇല്ല. സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ തെലങ്കാന മാത്രമാണ് കോസ്റ്റ് ലൈൻ ഇല്ലാത്ത സ്റ്റേറ്റ്. അതുകൂടി ഒന്ന് നോക്കി വെക്കുക. പിന്നെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും സമയം വീഡിയോ കണ്ട നിങ്ങൾക്ക് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും നിങ്ങളുടെ കമൻസ് ആയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഇടുക, സജഷൻസ് ഇടുക. തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, അത് കമൻസിൽ പറഞ്ഞു തരിക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് PSC ഒക്കെ ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ അത് യൂസ്ഫുൾ ആവും തന്നെയാണ് വിചാരിക്കുന്നത്, നിങ്ങൾക്ക് ആയി എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ എൻ്റെ നോട്ട്സ് ഉണ്ട്, ഞാൻ ഈ പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് എൻ്റെ നോട്ട്സിൽ എഴുതിയത് ഞാൻ ഇതിൻ്റെ വീഡിയോൻ്റെ ലാസ്റ്റ് ഇടാം കേട്ടോ. അത് വേണമെങ്കിൽ എൻ്റെ നോട്ട്സാണ്, ഞാൻ കുറച്ച് പോയിൻറ്റ്സ് ആക്കി എഴുതി വെച്ചതാണ്. അതൊന്നും ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് നോക്കാം കേട്ടോ, സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അങ്ങനെ നോക്കാം. എന്നാൽ ഈ പറഞ്ഞ നമ്പേഴ്സോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. PSCക്കൊക്കെ ട്രൈ ചെയ്യുന്ന ആരെങ്കിലും നിങ്ങൾക്ക് അറിയുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അവർക്കും കൂടെ ഒരു യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നല്ലതല്ലേ. ഞാൻ എൻ്റെ നോട്ട്സ് ഇതിൽ കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെന്താ, ചാനൽ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നാൽ മാത്രമേ PSC ആയിട്ടും മറ്റ് ഇതുപോലെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ പിന്നെ അത് മിസ്സായി പോവും. നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ പിന്നെ നോട്ടിഫിക്കേഷൻ വന്ന ചാനൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അതുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അറിയാലോ എത്ര പേർക്ക് ഇഷ്ടമായിട്ടില്ല എന്നുള്ളത്. സോ
ഇതുപോലെയുള്ള വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ. ഞാൻ ഇതൊന്ന് കാണിച്ചു തരാം കേട്ടോ. അല്ല സോറി, ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇത് കണ്ടോ, ഗുജറാത്താണ് 1214 കിലോമീറ്റർ വരുന്നത്. അപ്പോൾ ഗുജറാത്താണ് ഏറ്റവും ലെങ്ത് കൂടിയ കോസ്റ്റ് ലൈനുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത്. നമുക്കിവിടെ നോക്കിയാൽ കാണാം, ഗോവ കണ്ടോ 160 ഉള്ളൂ. അതുകൊണ്ട് ഗോവയാണ് ഏറ്റവും ചെറിയ ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. പുതുച്ചേരി യൂണിയൻ ടെറിട്ടറി ആണ് കേട്ടോ, തമിഴ്നാട് വരുന്ന യൂണിയൻ ടെറിട്ടറിയാണ് പുതുച്ചേരി. അപ്പോൾ നമ്മളത് സ്റ്റേറ്റിലേക്ക് കൂട്ടില്ല, യൂണിയൻ ടെറിട്ടറി ആയതുകൊണ്ട്. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് ലെങ്ത് ഉള്ളത് ഗുജറാത്താണ് 1214. ഗോവയാണ് കേട്ടോ ഏറ്റവും ചെറുത്. അപ്പം ഞാൻ പറഞ്ഞ എൻ്റെ നോട്ട്സ് ഇതാണ്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഒന്ന് നോക്കാം. ഇതിൽ ഞാൻ പറഞ്ഞ പോയിൻറ്റ്സിൻ്റെ ടോട്ടൽ ഏരിയ ഉണ്ട്, 7th ലാർജസ്റ്റ് കൊടുത്തിട്ടുണ്ട്, എർത്ത് സർഫേസ് കൊടുത്തിട്ടുണ്ട്, പിന്നെ നോർത്തേൺ മോസ്റ്റ് പോയിൻ്റ്, എല്ലാ മോസ്റ്റ് പോയിൻ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കുക കേട്ടോ. മറ്റേ പറഞ്ഞു തന്നപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത്രയാണ്. ഓക്കെ, അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ ബൈ.